അപ്പോൾ എല്ലാവരും പാനിക്കിലായിരിക്കും. ഇപ്പം മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ വീണ്ടും കറക്ഷനായി. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു 94 കയ്യിലോട്ടും എത്താമെന്ന്. പക്ഷേ അതുകൊണ്ട് തന്നെ എത്തിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം, 94,495 $94,495 വരെ എത്തിയിട്ട് അവിടെ നിന്ന് തിരിച്ച് മാർക്കറ്റ് കയറുന്നുണ്ട്. പക്ഷേ ഇതത്ര ആശ്വസിക്കാനൊന്നും സാധ്യതയില്ല. എന്ന് വെച്ചാൽ വൺ ഡേ ക്യാൻഡിലൊക്കെ ഈ ഒരു 94 താഴെയൊക്കെ പോയാൽ 90 കയ്യിൽ 87 കയ്യിലും ഒക്കെ പോവാം. അപ്പോൾ ഈ ഒരു ഏരിയ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഒന്നും മിസ്സാക്കരുത്. ഓൾറെഡി ഇപ്പം നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പം ബൈ ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ എല്ലാ ആൾട്ടോയിനും ബൈ ചെയ്യണമെന്നല്ല. ഇപ്പം നമ്മൾ മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന സുയി അല്ലെ ആർബിട്രം, ആപ്റ്റോസ് അങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ, പിന്നെ വേം ഹോള്, പിന്നെ പുതിയ പ്രൊജക്റ്റുകളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ബൈ ചെയ്യുക. പിന്നെ കാസ്പ, അതൊക്കെ കുഴപ്പമില്ല. പക്ഷേ സപ്ലൈ ഒക്കെ കൂടുതലായാലും അത് നല്ലൊരു പ്രൊജക്റ്റാണ്, അതുമൊക്കെ ബൈ ചെയ്യാം. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് പ്രൊജക്റ്റാണ് GRT ഒക്കെ ഒന്ന് ബൈ ചെയ്യാം. ഓക്കെ. പിന്നെ ഈ ഡോട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ബൈ ചെയ്യുന്നതൊക്കെ റിസ്ക് ഉണ്ട്. എന്ന് വെച്ചാൽ ഡോട്ടൊക്കെ $50 അന്ന് പോയി. പക്ഷെ അതുകൊണ്ടൊന്നും ഇനി പോകാനുള്ള ഒരു മൂവ്മെൻറ്റ് കാണുന്നില്ല. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ അതിന് മാർക്കറ്റ് ക്യാപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ആ ഒരു ഫണ്ട് കൂടുതൽ അതിലോട്ട് വന്നാൽ മാത്രമേ അത് നല്ല രീതിയിൽ പോവുള്ളൂ. അപ്പം ഫുൾ റൺ ആകുമ്പോൾ എല്ലാ സംഭവങ്ങളും നല്ല രീതിയിൽ പോകും. എന്ന് വെച്ചാൽ ഈ ഡോട്ടിലൊന്നും വലിയ രീതിയിൽ പ്രതീക്ഷിക്കേണ്ട. അപ്പം ഇപ്പം സുയി ആയിക്കോട്ടെ, നമ്മുടെ ആപ്റ്റോസ് ആയിക്കോട്ടെ, പിന്നെ ആർബിട്രോ ആയിക്കോട്ടെ, പിന്നെ വേം ഹോൾ, ഇതൊക്കെ എന്ന് വെച്ചാൽ പുതിയ സംഭവങ്ങളാണ്. ഇതൊക്കെ ഇനി നല്ല രീതിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാവാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം പലരും ഇപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും വീഡിയോ എടുത്തില്ല. മാർക്കറ്റ് ക്രാഷ് ആകുമ്പം ആരും വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു 94 വരെ എത്തുമെന്ന്. പക്ഷേ ഇതും ഇനിയും ചിലപ്പോൾ താഴാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് കയറാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഓക്കെ. പക്ഷേ ആൾട്ടോയിൻ്റെ അവസ്ഥയെന്ന് വെച്ചാൽ ശോകമാണ്. അപ്പം കയറിയിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ബൈ ചെയ്യുക. എന്ന് വെച്ചാൽ ഫുൾ എമൗണ്ട് എടുത്തൊന്നും ബൈ ഒന്നും ചെയ്യരുത്. അതിപ്പോഴും പറയുന്നു, ഫുൾ എമൗണ്ട് എടുത്ത് ഉള്ള ചവറ് സാധനത്തിലൊന്നും ബൈ ചെയ്യരുത്. അപ്പം നല്ല രീതിയിലുള്ള നിങ്ങൾക്ക് ഫേവറായിട്ടാണ് ഫണ്ടിങ് ആയിട്ടുള്ള ഏതെങ്കിലും കോയിനൊക്കെ നിങ്ങൾക്ക് ബൈ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആരും പാനിക്കോ കാര്യങ്ങളോ ഒന്നും ആവണ്ട. അപ്പം ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ അതൊരിക്കലും മിസ് ചെയ്യരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.